അടിപൊളി അടിപൊളിയാണ്. ഹോളിവുഡ് ലെവൽ വേണം. ചെറിയുണ്ട് ഇന്റർവെൽ കഴിഞ്ഞ്. ഓക്കെ, കൊള്ളാം. ഇതുവരെ ഗംഭീരമായിട്ടുണ്ട്. ക്വാളിറ്റി ഒക്കെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ക്യാമറ വർക്ക് ആണെങ്കിലും സൗണ്ട് എഫക്റ്റ് ഒക്കെ നല്ല ഉണ്ടായിരുന്നു. ഡയറക്ഷൻ സൂപ്പറാണ്, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ മലയാളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത അത്രയും നല്ല രീതിയിൽ ഡയറക്ഷൻ സൂപ്പറാണ്. നല്ല മേക്കിംഗ് ആണ്. സ്ലോ പേസിലാണ് പോകുന്നത്. എനിക്ക് മോഹൻലാലിന്റെ എൻട്രി നല്ല അടിപൊളിയായിട്ടാണ് എൻട്രി എന്ന് വെച്ചാൽ മനോരമാസം എൻട്രിയാണ്. സെക്കൻഡ് ഹാഫിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം വന്ന് നടക്കുന്നത്. 1000 കോടിയാകാനാ സാധ്യത. രോമാഞ്ചം ഇനിയാണ് രോമാഞ്ചം വരുന്നത്. ഇപ്പൊ രോമാഞ്ചം ഇങ്ങനെ പൊങ്ങി രോമം ഇങ്ങനെ നിൽക്കുകയാണ്. രോമം ഇങ്ങനെ കിടന്ന് പിടക്കിന്നെ ഇങ്ങനെ. ഇൻട്രോ അടിപൊളിയാണ്. അടുത്ത കഴിയുമ്പോ പൊളി എന്ന് പറഞ്ഞാൽ ഇതില്ല, പൊളിയായിട്ട് പറയാല്ല, ഇത് നോക്കും, ഉറപ്പായിട്ട് നോക്കും. തൂക്കും ഷുവർ. ഒരു രക്ഷയില്ല. മാസാണ്. സിനിമയാണ്, നല്ല സൂപ്പർ സിനിമ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് സൂപ്പർ, ലാലേട്ടൻ അതുവരെ സൂപ്പർ. കത്തിക്ക് ഉറപ്പാണ്. വിഷ്വൽ എഫക്റ്റൊക്കെ പൊളിയാണ്, ഒരു രക്ഷയില്ല. വെറുതെ തള്ളി മറിക്കേണ്ട കാര്യമില്ല. പടം അത്ര അന്യായ പടമാണ്. ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ലൂസിഫർ വേറൊരു ലെവല്, ഇത് വേറൊരു ലെവൽ. പിന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ട്, പരിപാടികൾ അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ട് പിടിച്ചു നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. ലൂസിഫറിന്റെ നമുക്ക് ആ ഒരു കിട്ടുന്ന ഫീൽ ആവുന്നുണ്ട്. നമുക്ക് അതിന്റെ ക്യാമറയും കാര്യങ്ങളെല്ലാം അടിപൊളി. ഒരു പടം നല്ല എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു. എന്റർടൈൻമെന്റ്. മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പടം വന്ന് തന്നെ നമുക്കൊരു ഭയങ്കര ഇതുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പടം കാണുന്നത്. ഹൈപ്പിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. പക്ഷെ ക്ലൈമാക്സ് പഞ്ച് പൃഥ്വിരാജ് പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത്രയും നമുക്ക് കിട്ടിയില്ല. പടം കുഴപ്പമില്ല, നല്ല പടമാണ്.